അതെല്ലാ തവണയും പറയുന്നുണ്ട്. പക്ഷേ BJP തോൽപ്പിക്കുന്ന ആരാ? 2011-ലും 16-ലും 21-ലും തോൽപ്പിച്ചതാരാ? 24-ൽ തോൽപ്പിച്ചതാരാ? 26-ൽ തോൽപ്പിക്കാൻ പോകുന്നതാരാ? BJPയെ പാലക്കാട് തോൽപ്പിക്കുന്നത് UDF ആണ്. ഞങ്ങളുടെ മേലെ അത്തരമൊരു ആരോപണം വെച്ച് ഞങ്ങൾ എന്തെങ്കിലും ഡീലുണ്ടാക്കുക, അവരെ ജയിപ്പിക്കാൻ വേണ്ടി ഡീലുണ്ടാക്കാൻ പറ്റും? ഞങ്ങൾക്ക് ജയിക്കാനല്ലേ ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. രാഹുലിനെ ഇവിടെ കൊണ്ടുവന്ന് മത്സരിച്ചപ്പോൾ പോലും പറഞ്ഞത് എന്താ? ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാടാണെങ്കിലും UDFനെ BJPയെ തോൽപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ തോൽപ്പിക്കുന്ന ഞങ്ങൾ ഡീലുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ജനം വിശ്വസിക്കുമോ? അതൊരിക്കലും ജനം വിശ്വസിക്കില്ല. പിന്നെ ഞങ്ങളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, അന്നും പറഞ്ഞല്ലോ, നമ്മളൊരു ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ജനങ്ങളുമായിട്ടാണ്. ആ ഡീലിൽ ഞങ്ങൾ ജയിച്ചു വരും. ആ പറയുന്ന കാര്യങ്ങൾക്ക് ഇനി മറുപടി പറയേണ്ട കാര്യമില്ല, അത് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം. പറഞ്ഞൊരു കാര്യം, ഈ രമേശ് പിഷാരടിയുടെ ഇവിടെ കൊണ്ടുവന്ന് തോൽപ്പിക്കുക, അതോടുകൂടി പാലക്കാട് ഞാനല്ലാതെ മറ്റാരും പറ്റില്ല എന്ന് ഷാഫി വരുത്തി തീർക്കും. ജില്ലാ സെക്രട്ടറി പറഞ്ഞ ഏതെങ്കിലും കാര്യത്തിന് അവർ പോലും വില വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടോ? ഇതിനു മുമ്പ് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നപ്പോൾ ഇതേ ടോണിലല്ലേ സംസാരിച്ചത്? റെക്കോർഡ് ഭൂരിപക്ഷത്തിലല്ലേ ജയിച്ചത്? എന്നേക്കാൾ ഭൂരിപക്ഷത്തിലല്ലേ ജയിച്ചത്? അപ്പോൾ ഇത് ഇത്തരം ഒരു വിലയില്ലാത്ത ആരോപണങ്ങൾ, ഒരു വസ്തുതയില്ലാത്തത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ പറയുന്നതൊക്കെ BJPക്ക് വേണ്ടിയാ. BJP ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കില്ല എന്നുള്ളത് അറിയാവുന്നവർ, അടിയുറച്ച് പറയേണ്ടവർ BJPയെ ജയിപ്പിക്കാൻ വേണ്ടി എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവർ ജയിക്കുന്നെങ്കിലും അവർക്ക് പറഞ്ഞൂടെ? അപ്പോൾ ഒരു കാരണവശാലും നടപടി ഇത് ആദ്യമായിട്ട് പറയുന്നതല്ല. ഞാനിവിടെ മത്സരിക്കാൻ വന്ന സമയം തൊട്ട് ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷേ ഓരോ തവണ അവർ പറയുമ്പോഴും BJPയെ തോൽപ്പിക്കുന്നത് ഞങ്ങളാണ്. പാലക്കാട്ടെ ബാക്കി കാര്യങ്ങൾ ഞാൻ ഇന്ന് അവിടെ വരുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ പറയാനുണ്ട്. വൈകുന്നേരം പാലക്കാട് കൺവെൻഷൻ ഉണ്ട്. പാലക്കാട്ടെ കാര്യങ്ങൾ ഞാൻ അവിടെ പറയാം.